Good afternoon. Okay. So നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചല്ലേ, ഇതായിരുന്നു ഹോസ്പിറ്റൽ അക്യൂർ ഇൻഫെക്ഷൻ. അപ്പോ നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ അറിയാം എന്താണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അക്യൂർ ചെയ്യുന്ന, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. It's also known as nosocomial infection. Hospital acquired infection അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് nosocomial infection. The word nosocomial is derived from the Latin word. ഈ nosocomial എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ഏത് വേർഡിനാ? ലാറ്റിൻ വേർഡ് ആയ nosocomion. nosocomion എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് nosocomial എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. What is the meaning? The meaning എന്താണ്? nosocomion means hospital. Meaning hospital എന്നാണ് അല്ലെ. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് 4 ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ കിടക്കുന്നുണ്ട്. HA എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. പിന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരേത് നോസോകോമിയൽ ഇൻഫെക്ഷൻ. പിന്നെ നോസോകോമിയൽ എന്ന് പറഞ്ഞത് ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡാണ്. ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡായ നോസോകോമിയോൺ. നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ്. Then what is the meaning? Nosocomial എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഹോസ്പിറ്റൽ എന്നാണ്. ഓക്കെ, ഇനി നോക്കിയേ, is an infection that is occurred in a hospital or other healthcare facility. So it is also called healthcare associated infection. Okay, അപ്പൊ നമുക്കിത് ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യാം അല്ലെ, നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ HAI ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അക്യൂർ ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ ഇത് ഹോസ്പിറ്റലിൽ നിന്നോ ഓർ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ നമുക്ക് അക്യൂർ ചെയ്യാം. ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, നമുക്ക് മറ്റുള്ള ഹെൽത്ത് കെയർ തരുന്ന ആ ഫെസിലിറ്റി ഉള്ള മറ്റെവിടെ നിന്നെങ്കിലും ആയാലും നമുക്ക് ഈ ഇൻഫെക്ഷൻ അക്യൂർ ചെയ്യാം. അതുകൊണ്ട് അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. കണ്ടോ? അപ്പൊ എന്തൊക്കെ പേരുകളാന്ന് നോക്കിയേ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോസോകോമിയൽ ഇൻഫെക്ഷനെ പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്നതുകൊണ്ട് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. ഇനി മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതുകൊണ്ട് അതിനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയും. ഓക്കെ, such an infection may be occurred in hospital, rehabilitation center, പുനരധിവാസ കേന്ദ്രങ്ങള്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്നോ നഴ്സിംഗ് ഹോമുകളിൽ നിന്നോ ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്നോ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാ സംബന്ധമായിട്ടുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നോ ഒക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, അപ്പൊ എവിടെ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ അക്വയർ ചെയ്യാന്ന് ചോദിക്കാം കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരെ. ഹോസ്പിറ്റലിൽ നിന്നാവാം, റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന് വരാം, നഴ്സിംഗ് ഹോമുകളിൽ നിന്നാവാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നാവാം, ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നുമൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഇപ്പൊ നോക്കി, ഇത് കൂടാതെ നമുക്ക് ഹെൽത്ത് കെയർ സ്റ്റാഫും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കുന്നുണ്ട്. അതെങ്ങനെയാ? ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, അവര് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഈ സ്റ്റാഫുകൾ ഉപയോഗിക്കുന്നത് വഴിയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ സ്റ്റാഫിൽ കൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം ഹോസ്പിറ്റലിൽ. ഓക്കെ, അത് ഏതൊക്കെയാന്ന് പറഞ്ഞത്? ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, അവർ എടുക്കുന്ന എക്യുപ്മെന്റ്സ്, നമ്മുടെ കെയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ബെഡ് ലിനൻ
തലയിണകള്, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതിൽ കൂടി വരാം. ഓർ എയർ ഡ്രോപ്ലെറ്റ്സ്, വായുവിൽ, എയർ എന്നാണ് കേട്ടോ അത്, AIR, എയർ ഡ്രോപ്ലെറ്റ്സ്, വായുവിൽ കൂടിയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന പല മാർഗങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നും അവരും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കുന്നുണ്ട്. അത് അവരിലൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അത് ഏത് മാർഗങ്ങളിലൂടെ? അവര് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന വഴി, തലയിണകള്, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ബെഡ് ലിനൻ വഴി, പിന്നെ എയർ ഡ്രോപ്സിൽ കൂടെ, വായുവിൽ കൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. It can also originate from the outside environment. Other, പിന്നെ നമ്മൾ പറഞ്ഞത് അത് പുറമെ നിന്നും, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വരാം എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. അതിനുള്ള പല മാർഗങ്ങളാണ് പറഞ്ഞത്. ഇനി ഇറ്റ് ക്യാൻ ഓൾസോ ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. പുറമെ നിന്നും സ്റ്റാഫിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. അതായത് നോക്കിയേ, അതർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്. അപ്പോ ഈ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, അതർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്, ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകൾ, അവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വരാം. ഓർ ഇൻ സം കേസസ് ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കനോട്ട് ബി അസർട്ടൻ. അസർട്ടൻ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക. എന്ത് ചെയ്യാൻ പറ്റൂല? ചില കേസുകളിൽ നമുക്ക് ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് വന്നത്, അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. എവിടെ നിന്നാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? It can also originate from the outside environment, other infected patient, staff who are infected, or in some cases. അപ്പൊ ഇതിൽ കൂടെ ഒക്കെ വരാം. ഇനി ചില കേസുകളില് ഇത് നമുക്ക് എവിടെ നിന്നാണ് വന്നത്, ഇൻഫെക്ഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അതിന്റെ സോഴ്സ്, അതിന്റെ ഉറവിടം എവിടെയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. In certain cases, microorganisms emerge from the patient's own skins, becoming opportunities after surgery. അപ്പോ ഈ ചില കേസുകളില് നമ്മുടെ ബോഡിയില്, പേഷ്യന്റിന്റെ ബോഡിയില് സ്വന്തമായിട്ട് തന്നെ ഈ ഇൻഫെക്ഷൻ വരാം. ഏതികൂടെ? ബിക്കമിങ് ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് വെച്ചാൽ അവസരം. ഏത് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരം, ഓപ്പർച്യൂണിസ്റ്റിക് ആഫ്റ്റർ സർജറി. സർജറി ഒക്കെ കഴിയൂലേ, അപ്പൊ സർജറിക്ക് ശേഷം നമുക്ക് ചിലപ്പോ പേഷ്യന്റിന്റെ ബോഡിയിൽ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഫെക്ഷൻ ആവാം. Nosocomial infection shows a tendency to lack proof that it was present when the patient got into healthcare settings. This meaning it was occurred post admission. എന്താ പറഞ്ഞിരുന്നേ? Nosocomial infection shows a tendency to lack proof that it was present. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവർക്ക് തെളിവില്ല, ഈ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് ഒരു തെളിവുമില്ല. ഹോസ്പിറ്റലിൽ നമ്മുടെ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും രോഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ആ പ്രസന്റ് അവസ്ഥയില് എന്താ നമുക്ക് ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഒരു തെളിവുമില്ല അവിടെ. അതുകൊണ്ട് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ആ പേഷ്യന്റ് വരുന്ന സമയത്ത് ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് ഒരു തെളിവുമില്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് അത് എവിടെ നിന്ന് വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അഡ്മിഷന് ശേഷം ഹോസ്പിറ്റലില് എത്തിയതിനു ശേഷം നമുക്ക് കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെ? Thus meaning it was occurred post admission. അഡ്മിഷന് ശേഷമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇൻഫെക്ഷൻ കിട്ടിയെന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിലും വരുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത് നോസോകോമിയോൺ, ആ വേർഡ് അണ്ടർലൈൻ ചെയ്തിടുക. അതിന്റെ മീനിങ്ങും നോട്ട് ചെയ്യുക. വിച്ച് മീൻസ് ഹോസ്പിറ്റൽ.
ഇനി നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ അല്ലാതെ നമുക്ക് പറ്റുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. അതുകൊണ്ട് അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും നോസോഫോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും എല്ലാം സെയിം ആണ്. ഓക്കെ, അതിന് പറയുന്ന മറ്റു പേരുകളാണ്. ഇനി ഇത് നമുക്ക് പറഞ്ഞു, നമുക്ക് ഈ ഇൻഫെക്ഷൻ എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യാം? ഹോസ്പിറ്റലിൽ നിന്ന് വരാം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് വരാം, നഴ്സിംഗ് ഹോമുകളിൽ നിന്ന് വരാം, outpatient clinics, diagnostic laboratory or other clinical settings. മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നുമൊക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യാം. ഇതെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, എവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ നമുക്ക് വരാം എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് അഫക്ട് ചെയ്യുന്ന ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന പല മാർഗത്തിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. Infection is spread to the affected patient in the clinical setting by many means. Clinical settings നിന്ന് നമുക്ക് പല മാർഗങ്ങളിലൂടെ ഈ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അതായത് ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പല രീതിയിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. പേഷ്യന്റിലേക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, പല വഴികളിലൂടെ സ്പ്രെഡ് ചെയ്യാം. അതായത് അതിൽ പറയുന്നതാണ് ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് മാർഗങ്ങളിലൂടെയാ? അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് മാലിന്യമാണെങ്കിൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. പിന്നെ തലയിണകൾ, ബെഡ്ഷീറ്റുകൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താ അതിൽ നിന്ന് സാനിറ്റൈസ് ഒക്കെ ചെയ്ത് അതിൽ പ്രോപ്പറായിട്ട് അണുവിമുക്തമല്ലെങ്കിൽ അതിൽ കൂടെ നമുക്ക് വരാം. പിന്നെ വായുവിലൂടെ സ്റ്റാഫിന് ഇപ്പോ ആർക്കെങ്കിലും ഈ HAI ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവര് സംസാരിക്കുമ്പോൾ ആ വായുവിൽ കൂടി ആ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ഇനി ഇതിപ്പോ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമാണെന്നില്ല, നമുക്ക് മറ്റുള്ള അതർ എൻവയോൺമെന്റ്, ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, പുറമേൽ നിന്ന് നമുക്ക് വരാം. അതായത് മറ്റുള്ള പേഷ്യന്റ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് അവരിൽ നിന്ന് വരാം. ചില കേസുകളിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് നമുക്ക് അത് കിട്ടിയത്? ഇപ്പൊ സ്റ്റാഫിൽ നിന്ന് കിട്ടിയതാണോ അല്ലെങ്കിൽ പേഷ്യന്റിൽ നിന്ന് ആ ഇൻഫെക്ഷൻ കിട്ടിയതാണോ എന്താണെന്ന് നമുക്ക് ആ സോഴ്സ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇനി ചില കേസുകളിൽ മൈക്രോ ഓർഗാനിസം പേഷ്യൻസിന്റെ ബോഡിയിൽ സർജറി ഒക്കെ ചെയ്തതിന് ശേഷം പേഷ്യന്റ് സ്കിന്നിൽ വരാറുണ്ട്, ഇൻഫെക്ഷൻ വരാറുണ്ട്. ഇനി ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്കത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് തെളിയിക്കാൻ അവിടെ ഒരു പ്രൂഫും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ ഇൻഫെക്ഷൻ എപ്പോഴും അക്വേർഡ് പോസ്റ്റ് അഡ്മിഷൻ, ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണ് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ ദ സിംറ്റംസ്? എന്തൊക്കെയാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ്? ഓക്കെ, അതിനകത്ത് തന്നെ സബ് ഹെഡിങ് ആയിട്ട് വേറൊരു ഇത് വരുന്നുണ്ട്. ഫോർ HAI the infection must arise. ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അറൈസ് ചെയ്യുക, ആവിർഭവിക്കാനുള്ള ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ after 48 hours after hospital admission. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ നമുക്ക് ഇൻഫെക്ഷൻ വരാണെങ്കിൽ, അപ്പോ 42 മണിക്കൂർ 2 ദിവസം അല്ലെ, അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഒരു ചാൻസ് എന്താ? അപ് ടു 48 hours after hospital admission. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ. Then up to 3 days after discharge. ഇനിയിപ്പോ ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി, ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഇന്ന് ഞാൻ ഡിസ്ചാർജ് ആണ്, നാളെ ചെല്ലുമ്പോൾ നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ എന്തെന്ന് പറയാം? അത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്നാന്ന് പറയാം അല്ലെ. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ജസ്റ്റ് പോകുന്നുള്ളൂ. അങ്ങനെ അപ് ടു 3 days, 3 ദിവസം വരെ ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് അതും എന്തെന്ന് പറയാം? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, up to 3 days after discharge.
ഇനി മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്താ? ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി when someone was admitted for reason except for the infection. ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണത്തില് ഒരു പേഴ്സൺ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ, ഇതാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമ്മൾ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് ചെല്ലുകയാണ്, പക്ഷെ നമുക്ക് ഇൻഫെക്ഷൻ വന്നെങ്കിലും അതിനെ എന്തെന്ന് നമുക്ക് പറയാം? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അല്ലെ, ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണത്താൽ ഒരാളെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആക്കുവാണ്, എന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഏതൊക്കെ രീതിയിൽ പറയാം? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ, ഇനി ഡിസ്ചാർജ് ചെയ്തിട്ട് 3 ദിവസം വരെ ഡിസ്ചാർജ് ചെയ്ത് പോയി, എന്നിട്ട് 3 ദിവസത്തിനുള്ളിൽ 3 ദിവസം വരെ ആ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. അടുത്ത മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഫെക്ഷൻ അല്ലാത്ത കാരണം കൊണ്ട് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്, അങ്ങനത്തെ ഇൻഫെക്ഷൻ വരുവാണെങ്കിലും അതിനെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആയോ 3 പോയിന്റും? ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAI, പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയാണെന്ന്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് എക്സാമിന് ചോദിക്കാം. ഏതൊക്കെ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? നോക്കിയേ, ഫസ്റ്റ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTIs, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്മുടെ യൂറിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്യൂബ് ഇടൂലേ, അപ്പയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. അപ്പൊ അങ്ങനെയുള്ള, അതായത് ആ ഇൻഫെക്ഷൻ ഈസ് എനി പാർട്ട് ഓഫ് ദ യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റത്തിലെ ഏത് ഭാഗത്താണെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, കിഡ്നിയിലാവാം, യൂറിനറി ബ്ലാഡറിലാവാം, യൂറിത്രയിലാവാം, അങ്ങനെ ആ യൂറിനറി സിസ്റ്റത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം. Okay, an infection in any part of the urinary system. An infection in any part, ഏത് ഭാഗത്തായിക്കോട്ടെ, an infection in any part of the urinary system. An infection in any part of the urinary system. Urinary systemത്തിന്റെ ഏതെങ്കിലും ഭാഗത്തെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, അടുത്ത നോക്കിയ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. എന്താ? ആ സർജിക്കൽ സൈറ്റിൽ സർജറി ചെയ്യുമ്പോൾ ആ ഭാഗത്തില്ലേ, അവിടെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. An infection that occur in the wound created by the invasive surgery. നമ്മൾ സർജറി ഒക്കെ ചെയ്യൂലേ, അപ്പൊ ആ wound, ആ മുറിവിലൊക്കെ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, പിന്നെ അപ്പൊ അങ്ങനെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു wound, ആ ഒരു മുറിവില് അവിടെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. യൂറിനറി ട്രാക്ട് എന്ന് പറഞ്ഞാൽ യൂറിനറി സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ. അടുത്തതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അബ്ഡോമൻ, വയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, നമ്മുടെ ദഹനനാളത്തില്, അബ്ഡോമൻ, വയറില് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പർട്ടിക്കുലർലി സ്റ്റൊമക്ക്, വയറ്റിലൊക്കെ, അബ്ഡോമനിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻ. An infection or inflammation of digestive tract, particularly the stomach, പ്രത്യേകിച്ച് വയറിന്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ, ദഹനനാളത്തില് ഒക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ദെൻ അടുത്തതാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചസ് എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്യുന്ന ഒരു ലെയർ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു ലെയർ, അതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മെനിഞ്ചസിന്
ഉണ്ടാകുന്ന ആ ലെയറിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, അതാണ് ഇൻഫ്ലമേഷൻ or disease ആണ്. This is a disease caused by the inflammation of the protective membrane covering the brain and spinal cord. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ലെയർ, ഇതാണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഓക്കെ, ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, ബൾജിങ് പോലെ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ലെയറാണ് മെനിഞ്ചസ്. അപ്പൊ മെനിഞ്ചസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. നെക്സ്റ്റ് ന്യൂമോണിയ. ന്യൂമോണിയ അറിയാലോ, ലങ്സിന് അല്ലെ, ലങ്സിനൊക്കെ വരുന്ന ഇൻഫെക്ഷൻ ന്യൂമോണിയ. ഫ്ലൂയിഡ് ഒക്കെ ലങ്സിലൊക്കെ നിറഞ്ഞ് ലങ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ന്യൂമോണിയ. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഒരെണ്ണം കൂടി നിങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വെച്ചോ, സ്കിൻ ഇൻഫെക്ഷൻ. അതും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ്, സ്കിൻ ഇൻഫെക്ഷൻ. അടുത്ത പോയിന്റ് ആയിട്ട് 4, 5, 6ാമത്തെ നോട്ട് ചെയ്തോ, സ്കിൻ ഇൻഫെക്ഷൻ. ടെക്സ്റ്റിൽ ഇല്ല, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഇതിനകത്ത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലാതെ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കില്ല കേട്ടോ, അത് പറഞ്ഞു എന്നുള്ളൂ. എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, സ്കിൻ ഇൻഫെക്ഷൻ. ഇത് എത്രയും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇനി നോക്കിയേ, the symptoms for this infection may consist of. ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന്റെ സിംറ്റംസ് ഉണ്ടാവുമല്ലോ, നമുക്ക് അതിന്റെ സിംറ്റം ലക്ഷണങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. നമുക്ക് എന്താ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അറിയാം അല്ലെ, ചിലർക്ക് ഇൻഫെക്ഷൻ വരും. അതെങ്ങനെ മനസ്സിലാക്കുന്നേ? ആ സർജറി ചെയ്യുന്ന മുറിവിന് ചുറ്റും വല്ല ചുവന്നിരിക്കോ, മറ്റേ ഒരു വീർത്ത് വന്നിട്ട് വല്ല പഴുപ്പോ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് വരാം അല്ലെ. അപ്പൊ അതിന്റെ ഒരു സിംറ്റംസ് ആണ്. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, മുറിവിൽ നിന്നും പുറത്തേക്ക് വരുന്ന പസ് പോലെ ഇരിക്കല്ലേ പഴുപ്പ്, അങ്ങനെ പുറത്തേക്ക് വരാം. അതൊന്നാമത്തെ ഒരു സിംറ്റംസ് ആണ്. ഓക്കെ, ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വല്ല ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോ വെള്ളമൊക്കെ അശ്വതി എന്ന് പറയുന്നുണ്ട്, ചിലർക്കൊക്കെ ഇങ്ങനെ നമ്മള് ഡെലിവറി ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് സിസേറിയനൊക്കെ ആണെങ്കിലും ഇതൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ നമ്മൾ മുറിവിലേക്ക് പോകുമോ, എണ്ണയോ ആ സ്റ്റിച്ചിന്റെ അവിടെയൊക്കെ ഇങ്ങനെ പഴുപ്പ് പോലെ വരാം. അപ്പൊ ഇങ്ങനെ വീർത്ത് വേദനയും ഉണ്ടാകും. നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ബൾജ് പോലെ ഇരിക്കും. ബൾജ് ചെയ്തിട്ട് ചുവപ്പായിട്ട് ചിലപ്പോ ഇത്തിരി കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പഴുപ്പ് പോലെ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ പുറത്തേക്ക് വരാം. അതൊരു സിംറ്റംസ് ആണ് കേട്ടോ. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, മുറിവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇങ്ങനെ പഴുപ്പ് പുറത്തേക്ക് വരിക എന്നുള്ളത്. ദെൻ ഫീവർ, പനി ഉണ്ടാവും. പിന്നെ കഫ്, ചുമ വരാം. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൽ തോന്നാം. അത് നമ്മൾ പറഞ്ഞു ചുമയൊക്കെ ചുമച്ച് നമുക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ ശ്വാസം മുട്ടല് തോന്നാം. അടുത്തത് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ പറഞ്ഞില്ലേ നമ്മള്, ആർക്കെങ്കിലൊക്കെ മൂത്രത്തിൽ അങ്ങനെ മൂത്രത്തിൽ പഴുപ്പൊക്കെ വന്നിട്ടുണ്ടോ? അറിയാം, നമുക്ക് ബേണിംഗ് വിത്ത് യൂറിനേഷൻ, യൂറിൻ ചെയ്യുമ്പോൾ നമുക്ക് പുകച്ചിൽ വരാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, യൂറിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം അല്ലെ. നമുക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും യൂറിൻ പോകാത്തൊരവസ്ഥ, യൂറിനേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. അല്ലെങ്കിൽ യൂറിനേഷൻ സമയത്ത് നമുക്ക് യൂറിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേണിംഗ്, പുകച്ചിലൊക്കെ വരാം. അതൊരു സിംറ്റംസ് ആണ്. ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആണ്. പിന്നെ ഹെഡ് ഏക്ക്, തലവേദന വരാം. ദെൻ നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം, നമുക്ക് ഇങ്ങനെ ഛർദ്ദിക്കാനൊക്കെ വരൂലേ, വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഓക്കാനം വരാം, വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കാൻ വരാം. ഡയേറിയ, വയറിളക്കം വരാം. ഇതെല്ലാം അതിന്റെ സിംറ്റംസ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. അത് 3 സെക്ഷനിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. എന്റെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഏതാണെന്ന് ചോദിക്കാം. പിന്നെ അതിന്റെ ഈ സിംറ്റംസ് ചോദിക്കാം.
ദെൻ പിന്നെ ഏതൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അതിനെങ്ങനെ അത് ആവിർഭവിക്കാം, അതിന്റെ ചാൻസ് എങ്ങനെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലാസ്റ്റ് നമ്മൾ സിംറ്റംസ് ആ പറഞ്ഞത്. ഫസ്റ്റ് ഏതാ? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, മുറിവിൽ നിന്നും ഇങ്ങനെ പഴുപ്പ് പോലെ വരാം, ഫീവർ പനി വരാം, കഫ്, നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കാനം. അറിയില്ലാത്തവർ എഴുതി വെച്ചോട്ടെ അവിടെ ടെക്സ്റ്റിൽ തന്നെ മലയാളത്തിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. പനി വരാം, കഫ്, നമുക്ക് ചുമ വരാം, ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം, യൂറിൻ ചെയ്യുമ്പോൾ നമുക്ക് പുകച്ചില് വരാം, യൂറിനേഷന് ബുദ്ധിമുട്ടുണ്ടാകാം, തലവേദന ഉണ്ടാവാം, ഓക്കാനം വരാം, വോമിറ്റിംഗ് ഛർദിക്കാൻ വരാം, വയറിളക്കം വരാം. ഓക്കെ, ക്ലിയർ അല്ലേ സിംറ്റംസ് എല്ലാം? ഓക്കെ അല്ലേ? എല്ലാരും കിട്ടിയില്ലേ? നോട്ട് ചെയ്യാൻ പറ്റിയില്ലേ? നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനാണ് കേട്ടോ. ഓക്കാനം വരാം, വോമിറ്റിംഗ് ഛർദിക്കാൻ വരാം, വയറിളക്കം വരാം, ഡയറിയ. ഇനി okay, people who experience new symptoms in the course, they say, may also experience pain and irritation at the infection site. അപ്പൊ ആ ഇൻഫെക്ഷൻ സൈറ്റ് അണുബാധയുള്ള സമയത്ത് ആ ഒരു സ്ഥലത്ത് നമുക്ക് കോഴ്സ് സമയത്ത് പുതിയ എന്താ പറയാ ഒരു സിംറ്റംസ് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവർക്ക് ആ ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് വേദന ഉണ്ടാവാം, എന്തെങ്കിലും ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടാവാം, എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ പല സിംറ്റംസും ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ പറയുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് വരുന്നതാണെന്നില്ല മറ്റൊരാൾക്ക് വരുന്നത്. എന്നുവെച്ചാൽ പലർക്കും ചെറിയ കുരു പോലെ അങ്ങനെ വരാം, ശരിയാണ്. അവിടെ നമുക്ക് വേദന വരാം, എന്തെങ്കിലും ചൊറിച്ചിൽ ഉണ്ടാവാം, അങ്ങനെ കുരു പോലെ എങ്ങനെ വരാം, അലർജി പോലെ എന്തെങ്കിലുമൊക്കെ വരാം. അങ്ങനെ പല സിംറ്റംസും പറയുന്നുണ്ട്. വെച്ചാൽ ഇങ്ങനെ അതിനകത്ത് നമ്മൾ പറയുന്നത് മേ വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്. സാധാരണ പല ആളുകൾക്കും പല ആളുകൾക്കും പല ലക്ഷണങ്ങളാവാം. അപ്പൊ എനിക്ക് അവിടെ വേദനയാണെങ്കിൽ ചിലർക്ക് അവിടെ ചൊറിച്ചിലായിട്ട് വരാം, ചിലർക്ക് ഇങ്ങനെ കുരു പോലെ പൊങ്ങി വരാം. അങ്ങനെ പല സിംറ്റംസും പറയുന്നുണ്ട്. സാധാരണ പലർക്കും പ്രകടമായിട്ടുള്ള കുറച്ച് നമുക്ക് ലക്ഷണങ്ങളാണ് ഇവിടെ. അതായത് ആ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ വരാനുള്ള പല സോഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിന്റെ ആ സിംറ്റംസ് പലർക്കും പല രീതിയിലാവാമെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പലർക്കും പല പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളും അനുഭവപ്പെടാം. ഇപ്പൊ പെയിൻ ഉണ്ടാവാം, ഇങ്ങനെ ചൊറിച്ചിൽ വരാം, അപ്പൊ ചിലപ്പോൾ കുരു പോലെയൊക്കെ വരാം. അതൊക്കെ അങ്ങനെ പലർക്കും നമുക്ക് പുറമേ നിന്ന് തന്നെ അതിന്റെ സിംറ്റംസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പലർക്കും പല പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളും വരാം. ഓക്കെ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണല്ലോ. അപ്പൊ അതിന്റെ സോഴ്സ് എവിടെ നിന്നൊക്കെയാണ് ആ ഇൻഫെക്ഷൻ വരാനുള്ള ഉറവിടം, സോഴ്സ് എന്നാ പറയുന്നത്. അടുത്തത് അത് നിങ്ങൾ ആ ടേബിളിൽ ആ ബബിളൊക്കെ ചെയ്ത് തന്നിട്ടില്ലേ, അതിനുള്ളത് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതും ചോദിക്കാം. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ആ ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെയാണ് കണ്ടോ? ഒരു കുട്ടി അവിടെ പെട്ടി കിടക്കുന്നുണ്ട്, അവിടെ ട്രിപ്പ് ഇട്ടിട്ട് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കുട്ടിക്ക് നല്ല ഒരു പേഷ്യന്റിന് നമുക്കിങ്ങനെ ഇൻഫെക്ഷൻ വരാനുള്ള പല സാഹചര്യങ്ങളും കണ്ടോ, ഓരോ ബബിൾസിൽ തന്നിട്ടില്ലേ. അത് അതിന്റെ സോഴ്സ് ആണ് കേട്ടോ. എവിടെ നിന്നൊക്കെ വരാം. ഫസ്റ്റ് നോക്കിയേ, നമുക്ക് എടുത്ത ദിവസം ഇങ്ങനെ പോകാം. നോക്കിയേ, അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. അതാണ് ആദ്യത്തെ തന്നെ. ഇപ്പൊ നമുക്ക് നമ്മുടെ വാർഡിലൊക്കെ ആണെങ്കിലും ടെസ്റ്റിന് ക്ലിയർ അല്ല. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും എഴുതിയെടുക്കാൻ ക്ലിയർ അല്ലാത്തത് അവിടെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഒന്നാമത്തേന് പറയുന്ന അതർ പേഷ്യൻസ് എന്നാണ്. അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ വാർഡിലാണ് നമ്മൾ കിടക്കണം, നമ്മുടെ തൊട്ടടുത്തുള്ള പെട്ടി കിടക്കുന്ന ആൾക്ക് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് അവരിൽ നിന്നും വരാം, ആ ഒരു പേഷ്യന്റിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ഒന്നാമത്തെ സോഴ്സ് അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം.
അടുത്ത് നോക്കിയേ വിസിറ്റേഴ്സ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ ഒത്തിരി പേര് കാണാൻ വരില്ലേ? കാര്യം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. നമുക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവര് കാണാൻ വരും. പക്ഷെ ആ വിസിറ്റേഴ്സ് അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാലോ അല്ലേ? അപ്പൊ അവരിൽ നിന്ന് വരാം, വിസിറ്റേഴ്സിൽ നിന്നും വരാം. ഓക്കെ, വിസിറ്റേഴ്സിൽ നിന്നും ഇൻഫെക്ഷൻ പേഷ്യന്റിലേക്ക് വരാം. ഇനി ഹോസ്പിറ്റൽ പേഴ്സണൽ, ഹോസ്പിറ്റലിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വരാം. ഇപ്പൊ സ്റ്റാഫുകളിൽ നിന്ന് വരാം, നേഴ്സിൽ നിന്ന് വരാം. അങ്ങനെ ഹോസ്പിറ്റലിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും വരാം. പേഴ്സണൽ, പേഴ്സൺസ്, PERSONS, ഹോസ്പിറ്റൽ പേഴ്സൺസ്, ഹോസ്പിറ്റലിലുള്ള ആളുകളിൽ നിന്നും വരാം. ഇത് മൂന്നും ക്ലിയർ ആണോ? അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സൺ. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് നിൽക്കുന്ന എഴുതി വെച്ചാലും മതി കേട്ടോ അവിടെ ടെക്സ്റ്റിൽ തന്നെ. അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സൺസ്, PERSONS. ഇനി നാലാമത്തെ നോക്കി, അടുത്ത സോഴ്സ് എവിടെയാ? സർജിക്കൽ പ്രൊസീജിയർ. സർജറി ഒക്കെ ചെയ്യൂലേ ആ സമയത്ത് ഇപ്പൊ എടുക്കുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ആ പ്രൊസീജിയർ സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻ വരാം. ആ രീതിയിലും വരാം. സർജിക്കൽ പ്രൊസീജിയർ, സർജിക്കൽ പ്രൊസീജിയറിൽ സർജറി ചെയ്യുമ്പോഴോ അതിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വേണമെങ്കിൽ വരാം. അതൊരു സോഴ്സ് ആണ്. പിന്നെ അടുത്താണ് എയർ. എയറിൽ കൂടെ വരാം, വായുവിലൂടെ വരാം ഇൻഫെക്ഷൻ. ഇപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാള് സംസാരിക്കുമ്പോൾ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഏജൻസ് അത് എയറിൽ നിൽക്കും. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളത് ശ്വസിക്കുമ്പോൾ ആ ഇൻഫെക്ഷൻ നമുക്ക് വരാം. അങ്ങനെ എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. അടുത്ത നോക്കിയാൽ ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ പറയൂലേ നല്ലോണം തിളപ്പിച്ച വെള്ളം കുടിക്കണമെന്ന്. അപ്പൊ നല്ലോണം തിളപ്പിക്കാത്ത വെള്ളമൊക്കെ ആണെങ്കിൽ അതിനകത്ത് വല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാം അല്ലെ? അങ്ങനെ വരാം. പിന്നെ ഫുഡ് ഇൻഫെക്ഷൻ കേട്ടിട്ടില്ലേ? ഫുഡൊക്കെ പാകത്തിനൊക്കെ നല്ലോണം ഒക്കെ ചെയ്തില്ലെങ്കിലും പിന്നെ ചീത്തയായിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിലൊക്കെ പഴകിയ ഭക്ഷണമൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. എയർ, വാട്ടർ ഓർ ഫുഡ്. വാട്ടറിൽ കൂടെയോ അല്ലെങ്കിൽ ഫുഡിൽ കൂടെയോ ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്തതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ, FLORA. ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടെ അവിടെ. PT അപ്പോസ്ട്രോഫി S എന്നാണ് എഴുതിയേക്കണേ കേട്ടോ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ, അതായത് നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത് നമുക്ക് വേറെ ഡാമേജ് ഒന്നും ഉണ്ടാക്കാത്ത ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത് അങ്ങനെ നമുക്ക് വരാം. നമ്മുടെ പേഷ്യൻസില് എല്ലാവരിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഡാമേജ് ദോഷമൊന്നും ഉണ്ടാക്കാത്ത ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇത് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത് ചിലപ്പോ അതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാം. പേഷ്യൻസ് നോർമൽ ഫ്ലോറ. ദെൻ വോമിറ്റിംഗ്, അലർജി. ഓക്കെ, ഒക്കെ നമുക്ക് ഉള്ളിലുള്ളതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്കത് ഇതാവണമെന്നില്ല, ആക്റ്റീവ് അല്ലാതെ. മൈക്രോ ഓർഗാനിസംസ് ഓൾറെഡി ഉണ്ട്, അത് വേറെ ഡിസീസ് ഒന്നും ഉണ്ടാക്കില്ല. എന്നാൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില എന്തെങ്കിലും വസ്തുക്കൾ പറ്റാത്ത എന്തെങ്കിലും ബോഡി അതിനോട് പ്രതികരിക്കും. ഇതാണ് ഇപ്പൊ എഴുതിയത് അലർജി എന്ന് പറയുന്നത് അല്ലെ? എല്ലാവർക്കും എല്ലാത്തിനോടും അലർജി ഒന്നും ഉണ്ടാകുന്നില്ല. പർട്ടിക്കുലർ നമ്മുടെ ബോഡിക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോഡി അത് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അത് അങ്ങനെ പേഷ്യന്റിന്റെ നോർമൽ ഫ്ലോറ, നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് അതിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാം. അടുത്തതാണ് ഫോമിറ്റീവ് കണ്ടാമിനേഷൻ. ഫോമിറ്റീവ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന്, എന്തെങ്കിലും വസ്തുക്കളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം. അതായത് ഇപ്പൊ നമ്മുടെ ബുക്കോ അല്ലെങ്കിൽ ഡോർ നോബ്, എക്സാമ്പിൾ ആട്ടോ ഞാൻ പറഞ്ഞത്. കൈയുടെ നമ്മുടെ ഡോറിന്റെ ഹാൻഡ് പിടിയില്ലേ, അത് ഇപ്പൊ ഒരാൾ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ പിടിച്ച ആ പിടിയില് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ സ്വിച്ച്, അപ്പൊ അതിനൊക്കെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അതിൽ കൂടെ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും നമുക്ക് വരാം. അതാണ് ഫോമിറ്റീവ് കണ്ടാമിനേഷൻ. FOMITE, ഫോമിറ്റീവ് കണ്ടാമിനേഷൻ. മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, അതർ ഒബ്ജക്ട്സ്.
ഇൻഫെക്ഷൻ ത്രൂ അതർ ഒബ്ജക്ട്സ്, മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് വരാം. എക്സാമ്പിൾ ആ ഡിഷ്, ടോയ്, ബുക്ക്, ഡോർ നോബ്, ഇതൊക്കെ അതിന് വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടെ വരാം. പിന്നെ അടുത്താണ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ. മറ്റുള്ള ഉപകരണങ്ങള് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സുകൾ അവിടെ ഉപയോഗിക്കുന്നത് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ വരാം. ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ. കാത്തീറ്റർ പറഞ്ഞില്ലേ, നമ്മൾ സോഫ്റ്റ് ട്യൂബ്, അതിന്റെ ടിപ്പിൽ നീഡിലുണ്ടാവും. നമ്മളിപ്പോ ഓരോ ഈ ഓരോതിലും നമ്മൾ യൂറിൻ പോകാൻ യൂറിനറി കാത്തീറ്റർ ട്യൂബ് ഇടാം അല്ലെ, യൂറിനറി കാത്തീറ്റർ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ കാർഡിയാക് സംബന്ധമായിട്ടാണ് ബ്ലോക്ക് ഒക്കെ മാറ്റാനാണെങ്കിലും അവിടെ കാത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഡിവൈസുകൾ, ട്രെയിൻ അല്ലെങ്കിൽ മറ്റുള്ള കാത്തീറ്റർ, അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ കൂടെ, ഇൻസ്ട്രുമെന്റ്സിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, അത്രയുമൊക്കെ ഏതാണ് ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സോഴ്സ് ആണ്. ഈ മാർഗങ്ങളിലൂടെ എല്ലാം നമുക്ക് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാം. അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സൺ, സർജിക്കൽ പ്രൊസീജിയർ, പറയാട്ടോ, എയർ, വാട്ടർ ഓർ ഫുഡ്, പേഷ്യൻസ് നോർമൽ ഫ്ലോറ, വോമിറ്റിംഗ് കണ്ടാമിനേഷൻ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന്. ലാസ്റ്റത്തെ ഡിവൈസുകള്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഉപകരണങ്ങളില്ലേ, ട്രെയിൻസ്, ട്രെയിൻസ്, ഇപ്പൊ നമ്മള് ഈ കബാബ് വലിച്ചെടുക്കാൻ, ഡ്രെയിൻ ചെയ്യാൻ, ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള്, അങ്ങനെ. പിന്നെ കാത്തീറ്ററിൽ കൂടെ ഒക്കെ ഇൻഫെക്ഷൻ വരാം. അത് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ, യൂറിൻ പോകാനായിട്ട് യൂറിനറി കാത്തീറ്റർ ഉപയോഗിക്കും. അപ്പൊ കുറെ നാളൊക്കെ നമ്മള് ഈ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാം. അപ്പൊ നമുക്ക് അടുപ്പിച്ചൊക്കെ കുറെ നാള് യൂറിൻ പോകാനായിട്ട് ആ യൂറിനറി കാത്തീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കാത്തീറ്ററിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, പല ഉപകരണങ്ങളില് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന നമ്മൾ പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, അതിൽ കൂടെ നമുക്ക് വരാം. ഇനി അടുത്ത് നോക്കിയേ, who is at the risk for nosocomial infection? നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യത ഉള്ളവര് ആരൊക്കെയാണ്? who is at the risk, അപകട സാധ്യത അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് ആരൊക്കെയാണ്? Those who are admitted to healthcare facility are at the risk for contracting a HAI. For some bacteria, the risk may also depend on. Okay, those who are admitted to healthcare facility, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും രോഗമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ട് അല്ലെ, ആ ഒരു സാധ്യതയുണ്ട് അവർക്ക്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫോർ സം ബാക്ടീരിയ ദ റിസ്ക് മേ ഓൾസോ ഡിപ്പെൻഡ്. ബാക്ടീരിയ വഴിയും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ കേസുകളില് ആർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് നോക്കിയ പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. ആരിൽ നിന്ന് വരാം? പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂംമേറ്റിൽ നിന്ന് വരാം. നമ്മുടെ റൂംമേറ്റ്, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് വരാം അല്ലെ. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. അടുത്ത് നോക്കിയേ, ഏജ് പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. 70 വയസ്സില് കൂടുതൽ പ്രായമുള്ള പേഷ്യൻസ്, അവർക്ക് ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവര് അതിനുള്ള സാധ്യതയുള്ളവരാണ്. ഏജ് പർട്ടിക്കുലർലി, പ്രത്യേകിച്ചും 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ. if the patient is more than 70 years old, 70 വയസ്സിൽ കൂടുതലുള്ള പേഷ്യൻസിനും ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്തുകൊണ്ടാ 70 വയസ്സ് കൂടുതലുള്ളവർക്ക് വരാൻ റിസ്ക് ഉണ്ടെന്ന് പറയാൻ കാര്യം എന്തുകൊണ്ടാ? 70 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ പറ്റുക? വെരി ഗുഡ്, പ്രതിരോധ ശക്തി, അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും അല്ലെ.
അപ്പൊ നമുക്കത് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ പെട്ടെന്ന് അസുഖം വരും. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ അവർക്കൂടെ കുറയും അല്ലെ. പ്രായമായവർക്കൊക്കെ പെട്ടെന്ന് അസുഖം വരും. അപ്പൊ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാ നമ്മളിപ്പോ ചെറുപ്പക്കാർക്കൊക്കെ ഇമ്മ്യൂണിറ്റി നല്ല പ്രതിരോധ ശക്തി ഉണ്ട്, അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് വരില്ല. 70 വയസ്സിൽ കൂടുതലുള്ളവർക്ക് കുറച്ചും കൂടി ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. വേറെ ഒന്നുമല്ല, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട്. ഇനി ഹൗ പേഷ്യന്റ്, അവിടെ പേഷ്യന്റ് എന്നാണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, പേഷ്യന്റ് എന്നാണ്. ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്, ദീർഘകാലം ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനും ഈ ഇൻഫെക്ഷൻ വരാം. നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുമല്ലോ, ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക്. അത് കഴിയുമ്പോൾ നമ്മൾ അത് നിർത്തണം. ദീർഘകാലങ്ങളായിട്ട് ഇങ്ങനെ ആന്റിബയോട്ടിക്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതും അത് തന്നെയാണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയും. ആന്റിബയോട്ടിക്സ് കഴിച്ച് ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ അവർക്ക് എന്താ പെട്ടെന്ന് ഈ ഇൻഫെക്ഷൻ വരാം. അടുത്തത്, whether the patient has, രണ്ട് ഹാസ് മതി, ഹാസ് എ യൂറിനറി കത്തീറ്റർ ഓർ നോട്ട്. അതായത് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസ്, ഞാൻ പറഞ്ഞില്ല ആദ്യം, യൂറിൻ പോകാനൊക്കെ നമ്മൾ കുറെ നാള് ആ യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ആ യൂറിനറി കത്തീറ്റർ കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാം എന്നാണ്. Whether the patient has a urinary catheter or not. യൂറിനറി കത്തീറ്റർ ദീർഘകാലമായിട്ട് ഉപയോഗിക്കുന്ന പേഷ്യൻസിനും ഈ ഇൻഫെക്ഷൻ വരാം. അടുത്ത നോക്കിയേ, ലെങ്തി ICU സ്റ്റേസ്. ICUല് ദീർഘകാലമായിട്ട് കിടക്കുന്നവര്, കുറെ നാള് ICUല് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇൻഫെക്ഷൻ വരാം. പിന്നെ whether the patient has been in a coma. കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിന് അവർക്കും ഇൻഫെക്ഷൻ വരാം. കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാം. Whether the patient has been in a coma. കോമ സ്റ്റേജിലുള്ളവർക്ക് അവർക്ക് വേറൊന്നും അറിയില്ല അല്ലെ, ഇങ്ങനെ എപ്പോഴും കോമ സ്റ്റേജിലായിരിക്കും. അപ്പൊ അവരെല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. അവർക്കും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ട്രോമ, ഇനി എന്തെങ്കിലും ആഘാതം, ട്രോമ എന്ന് പറഞ്ഞാൽ ആഘാതം, എന്തെങ്കിലും മുറിവോ ചതവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ആ മുറിവിൽ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാം. എന്താണ്, എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റുകയാണെങ്കിൽ, ഇഞ്ചുറി വരുമ്പോൾ ഒക്കെ ഇൻഫെക്ഷൻ വരാം. ഇനി അടുത്ത, ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, അതായത് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയും അല്ലെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിലും എന്താണ് ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഓക്കെ, പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂംമേറ്റിൽ നിന്ന് വരാം. 70 വയസ്സിൽ കൂടുതലുള്ള പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. പിന്നെ ദീർഘകാലമായിട്ട് ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് വരാം. പിന്നെ യൂറിനറി കത്തീറ്റർ ഇത് കുറെ നാളുകളായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വരാം. കൂടുതൽ ദീർഘകാലം ICUല് സ്റ്റേ ചെയ്യുന്ന കിടക്കുന്ന പേഷ്യൻസിന് വരാം. കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിന് വരാം. ഇനി ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങള്, ചതവോ മുറിവോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ പറ്റിയിട്ടൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള പേഷ്യൻസിന് കൂടുതൽ വരാം. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം അപകടത്തിലാണെങ്കിൽ ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, ത്രെറ്റൻഡ് എന്ന് പറഞ്ഞാൽ അപകടം, ഇമ്മ്യൂണിറ്റിക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിലും എന്ത് വരാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇവർക്കൊക്കെ അതിന് കൂടുതൽ റിസ്ക് ഉള്ളവരാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? നോക്കി, ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ത്രെറ്റൻഡ് എന്ന് പറഞ്ഞാൽ അപകടം വരികയാണെങ്കിൽ, അതായത് ഇമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ, അപ്പൊ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കില്ലേ, നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാം. നേരെ മറിച്ച് നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ നമ്മുടെ ബോഡി തന്നെ അത് നമുക്ക് അധികം ഏൽക്കാത്ത രീതിയിൽ അങ്ങ് പോകും അല്ലെ.
എല്ലാവർക്കും ഇപ്പൊ ഒരു വീട്ടിൽ പനി വന്നു, എല്ലാവർക്കും വന്നില്ലല്ലോ അല്ലെ. ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരൂല, എന്നാൽ ചിലർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും, അപ്പൊ അവർക്ക് പെട്ടെന്ന് വരും. ഇതാണ് ഇമ്മ്യൂൺ സിസ്റ്റം അപകടാവസ്ഥയിലാണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് ഇതല്ലെങ്കിലും ഇൻഫെക്ഷൻ വരാം, ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്. അടുത്ത് കുറച്ച് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കട്ടോ. ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ടുപേരൊക്കെ യെസ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അടുത്ത ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ പ്രത്യേകിച്ച് പറയണ്ട. എങ്കിലും മനസ്സിലായിട്ട് നമ്മൾ മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്സിനെ ഒന്നുകൂടി അതൊന്ന് പറയണം. നിങ്ങളത് ക്ലിയർ ആക്കി പോകണം. ഓക്കെ, ഇത്രയും ഒക്കെ നമ്മൾ ഒരുവിധമൊക്കെ ക്ലാസ്സിൽ പഠിച്ചു പോകണ്ട അല്ലേ. ഇതൊന്നും വളരെ ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല, എളുപ്പമുള്ള ഇതൊക്കെയാണ്. ഇപ്പൊ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവില്ലേ? നിങ്ങൾക്കൊന്നും മെമ്മറിയിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? അല്ലെ, ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചാൽ ഈ ക്ലാസ് കണ്ടു. അത് ഫീസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ വിളിക്കൂലേ? ഫീസൊക്കെ അടയ്ക്കാൻ പറഞ്ഞ് വിളിക്കില്ലേ കോളിങ്ങിന്? അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഓഫീസിലേക്കോ അങ്ങനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഫീസ് കാര്യങ്ങളൊന്നും നമ്മളിവിടെ നോക്കണം. ടെക്നിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളതേ ഉള്ളൂ. നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് നോക്കണം. അതുകൊണ്ട് അതാ നിങ്ങൾ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. എപ്പോഴാ അടയ്ക്കുക? നിങ്ങൾ ആ കോള് ചെയ്യാറുണ്ട് അല്ലെ? ചെയ്യാറില്ലേ? ഫീസ് അടയ്ക്കേണ്ട ടൈം ആവത്തെ വിളിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇല്ല, നിങ്ങൾ ഓൾറെഡി നേരെ അടയ്ക്കുകയാണ് അല്ലെ? എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. അപ്പൊ നിങ്ങളുടെ ആർക്കിടെയാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ട് എന്ന് വെച്ചാൽ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ, ഫീസിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, എല്ലാ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? എല്ലാവരും നിങ്ങൾക്ക് വായിച്ചും കൂടി വെച്ചാൽ മതി. എല്ലാവരും പറയാറുണ്ടാവും ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലാസ്സിൽ. ഇപ്പൊ മിക്കവരും തന്നെ പറയാറുണ്ട് മിസ്സേ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വായിക്കണമെന്നില്ല, ഞങ്ങൾക്കത് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ട്, പോയിന്റ്സുകൾ കിട്ടുന്നുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. എങ്കിലും ഞാൻ പറയാറുണ്ട്, എങ്കിലും ഒരു പ്രാവശ്യം ഒരു 5 മിനിറ്റ് മതി, ഇതാ പെട്ടെന്ന് ഓടിച്ച് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാനുണ്ട്. അപ്പൊ കുറച്ചുകൂടി നമുക്കത് മെമ്മറിയിൽ നമുക്ക് എക്സാം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടെന്ന് ഷെമീർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് എഴുതാം. കഴിഞ്ഞ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് എക്സാം ഇങ്ങനെ പറയുമ്പോൾ അവര് പറയും എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവര് പറയാണ് മിസ്സേ ക്ലാസ്സിൽ കേട്ടോണ്ട് മാത്രം ഞാൻ എക്സാം എഴുതിയിട്ട് എന്നിട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ പറയും അപ്പൊ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് വായിക്കും കൂടി ചെയ്താൽ ഫുള്ള് കിട്ടൂല. ഒരു മാർക്കൊക്കെ ചിലപ്പോ ജസ്റ്റ് അത് ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, അറിയില്ലാത്തോണ്ടല്ല. ശ്രദ്ധക്കുറവ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ തപ്പി പിടിച്ചിട്ട് ഞാൻ എഴുതുമ്പോൾ ഉള്ള ഒരു ഇതും കൊണ്ടുള്ളൂ. അപ്പൊ അവര് പറയും മിസ്സേ ഞാൻ ക്ലാസ്സിൽ മാത്രം കേട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് എന്നിട്ട് ഒരു മാർക്ക് പോയി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഒരുവിധം ക്ലാസ്സിന്റെ തന്നെ എല്ലാവരും മനസ്സിലാക്കി തന്നെയുണ്ട്. പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ അത് ഫോളോ പറ്റുന്ന എത്രയാണ് 31 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറ്റുന്നവര് നമ്മുടെ ലൈവിൽ തന്നെ കയറാൻ നോക്കാം കേട്ടോ. കയറാതിരുന്ന് പിന്നെ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കാര്യം നിങ്ങൾക്ക് കിട്ടും. എങ്കിലും പിന്നെ 2 ക്ലാസ് കൂടി ആകുമ്പോൾ 2 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണ്ടേ അടുപ്പിച്ച്. അപ്പൊ അതുകൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ 2 ദിവസം കാണാൻ പറ്റില്ല, പിന്നെ 4 ക്ലാസ് ആവും. അപ്പൊ അങ്ങനെ വരെ ബുദ്ധിമുട്ടാവും. മാക്സിമം നമ്മുടെ ലൈവിലാകുമ്പോ പിന്നെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ അങ്ങ് പഠിച്ചും പോക്കോളും. അപ്പൊ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞൊക്കെ ഒന്ന് നോട്ട് ചെയ്തിടുക. പിന്നെ അതിനകത്ത് ആർക്കൊക്കെ മെനിഞ്ചൈറ്റിസ് എന്ന് വെച്ചാൽ മെനിഞ്ചസ്, അതായത് ബ്രെയിനെയും നമ്മുടെ സ്പൈനൽ കോഡിനെയും ഒക്കെ ഉള്ള കവർ ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട്. അതിനാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ബ്രെയിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്, ഒരു ഇൻഫെക്ഷൻ, ഒരു ഡിസീസ് ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇത് നിങ്ങൾ എന്താണെന്ന് അങ്ങനെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കില്ല. അപ്പൊ അതിനകത്ത് HAI ഇൻക്ലൂഡ് ചെയ്യുന്ന എഴുതുന്നത് മാത്രം. എന്നാൽ ഈ വേർഡ് പുതിയതായിട്ട് കാണുമ്പോൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വയറിന്, സ്റ്റൊമക്കില് അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റീവ് ട്രാക്കിന് വരുന്ന ഒരു ഇൻഫെക്ഷൻ, സ്റ്റൊമക്കിലൊക്കെ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. സർജിക്കൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുമ്പോൾ ആ ഒരു വൂണ്ടിൽ കൂടെ നമുക്ക് വരുന്ന ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് എന്നറിയാം, യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലങ്സില് ഫ്ലൂയിഡ് ഒക്കെ ലങ്സിലൊക്കെ കൂടി ഒക്കെ നമുക്ക് അങ്ങനെ ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതിനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? പിന്നെ അതിനകത്ത് നമ്മൾ സിംറ്റംസ് പറഞ്ഞു, പിന്നെ അതിനകത്ത് അതിന്റെ സോഴ്സ് പറഞ്ഞത്. ഇനി അടുത്തത്, ഇനി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് എന്ന് വെച്ചാൽ വ്യാപിക്കുക അല്ലെ? വ്യാപിക്കാനുള്ള വഴികൾ ഏതൊക്കെയാണ്? അപ്പൊ ഏതിലൂടെയൊക്കെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ളത്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, മോഡ് എന്ന് പറഞ്ഞ രീതി, ട്രാൻസ്മിഷൻ ചെയ്യാനുള്ള രീതികൾ ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനുള്ള രീതികൾ പ്രധാനമായിട്ടും നമ്മൾ കോണ്ടാക്ട് ആണ്. കോണ്ടാക്റ്റിൽ കൂടെയാണ്. അതേ ബ്രാക്കറ്റിൽ എഴുതിയുണ്ട് മോസ്റ്റ് കോമൺ. അപ്പൊ ചോദിക്കാം, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? അങ്ങനെ ചോദിക്കാം. ഏതാണ് ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും പൊതുവായിട്ട് ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്ന കോണ്ടാക്ട് ആണ്. ഓർ ഹാൻഡ് ബോൺ, BORNE എന്നാണ് കേട്ടോ. H അല്ല, അത് B ആക്കാം. കൈകൊണ്ട്, കോണ്ടാക്റ്റിൽ കൂടെ അല്ലെങ്കിൽ കൈകൊണ്ട്. BORNE, കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. അതാണ് മോസ്റ്റ് കോമൺ, ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അല്ലെ? ഇപ്പൊ നമ്മളെ കൊറോണയൊക്കെ വന്നു, അപ്പൊ നമ്മൾ ആരും ക്ഷയിക്കാണ്ട് ഒന്നും കൊടുക്കാൻ പാടില്ല അല്ലെ? എല്ലാവരും നമസ്കാരം പറയണം, കൈ ഒന്നും നേരെ പിടിക്കാൻ പാടില്ല അല്ലെ? എന്തുകൊണ്ടാ? കൈക്കടെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരും അല്ലെ? ഇതൊക്കെ സ്പ്രെഡ് ചെയ്യും. ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ സ്പ്രെഡ് ചെയ്യും. ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് ഈ വൈറസ് സ്പ്രെഡ് ആവും പെട്ടെന്ന് അല്ലെ? നമ്മള് സ്കാനിങ് സ്നേഹം കൊണ്ടൊക്കെയാണ്. ഇപ്പൊ എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട്, ഞാനിപ്പോ അനുഷേനെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചോ, അല്ലെങ്കിൽ കൈ കൊണ്ട് ഞാൻ കൈകളൊക്കെ പിടിച്ച്, അപ്പൊ എന്താ ചെയ്യാം, എനിക്കുള്ള ഇൻഫെക്ഷന്റെ കൈയിൽ കൂടെ അനുഷയുടെ കയ്യിലേക്ക് വരാം അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് തന്നെയാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ ഹാൻഡ് ബോൺ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് കോണ്ടാക്റ്റിൽ കൂടെ നമ്മൾ ആ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ നേരിട്ട് പിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഇനി നോക്കിയേ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ഡിവൈഡ് ഇൻടു 2 സബ് ഗ്രൂപ്പ്. 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം കോണ്ടാക്ട് ട്രാൻസ്മിഷനെ. അത് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. തിരിക്കാം, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഡയറക്റ്റ് ആയിട്ട് പിടിക്കണം, നേരെ ആ പേഷ്യന്റിന് പിടിക്കണം, കൈ കൊണ്ട് പിടിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് നേരെ ടച്ച് വരിക. നമ്മള് ആ പേഷ്യന്റുമായിട്ട് നേരെ ഒരു ബോഡി കോണ്ടാക്ട് ആണത്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. അണ്ടർലൈൻ ചെയ്തിട്ട് അത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം കേട്ടോ. കോണ്ടാക്ട് ആണ്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ കോണ്ടാക്ട് ട്രാൻസ്മിഷനെ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. ഇങ്ങനെ ഒരു ഡയറക്റ്റ് നമ്മൾ ആ ഒരു സർഫസിൽ ഇൻഫെക്ഷൻ ഉള്ള ആ ഒരു പേഷ്യന്റില് നമ്മൾ നേരെ ചെന്ന് നമ്മൾ ഡയറക്റ്റ് ആ ബോഡി ആയിട്ട് നമുക്ക് കോണ്ടാക്ട് വരികയാണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ആൻഡ് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം ബിറ്റ്വീൻ എ ഹോസ്റ്റ് ആൻഡ് ആൻ ഇൻഫെക്റ്റഡ് ഓർ കോളനൈസ്ഡ്. such as ഏതൊക്കെ സിറ്റുവേഷനിലാ? when a person turns a patient, ഒരു പേഷ്യന്റ്, ഒരു വ്യക്തി നമ്മള് പേഷ്യന്റിനെ മാറ്റുമ്പോഴോ അവരെ ഏൽപ്പിക്കുമ്പോഴോ അവരെ കിടത്തുമ്പോഴോ തിരിച്ച് എന്തെങ്കിലും അങ്ങനെ ആ ഒരു വ്യക്തി പേഷ്യന്റിനെ മാറ്റുമ്പോഴോ turns a patient, a person turns a patient,
ഒരു പേഷ്യന്റ് ഇരിക്കുമ്പോഴോ എന്ന് പറഞ്ഞാൽ എന്താ ഇരിപ്പിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും. ഗിവ് എ ബാത്ത്, ഇനി അവരെ കുളിപ്പിക്കുമ്പോഴോ, ഇപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ നേരെ നമ്മൾ ചെന്ന് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് നേരെ ടച്ച് വരൂലേ, നമ്മൾ നേരെ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്, നേരെ ടച്ച് വരും. ഓർ അതർ പേഷ്യന്റ് കെയർ ജോബ്സ് ദാറ്റ് നീഡ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട്, അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ, പേഷ്യന്റ് കെയർ ജോബ്സ്. ഇപ്പൊ അവരുടെ അടുത്ത് നമ്മൾ പോയിരുന്ന് അവർക്ക് എന്തെങ്കിലും നമ്മളെ ഭക്ഷണം കൊടുക്കോ, വായിക്ക് വെച്ച് കൊടുക്കോ, അല്ലെങ്കിൽ അവരുടെ കറുണ്ട് ചെയ്ത് കൊടുക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ അങ്ങനെ ആ അവരുടെ രോഗി പരിചരണ ജോലികൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ നേരിട്ട് പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ നടക്കും. അപ്പൊ എങ്ങനെയാ ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓർ മൈക്രോ ഓർഗാനിസം ബിറ്റ്വീൻ ഹോസ്റ്റ് ആൻഡ് ഇൻഫെക്റ്റഡ്, അല്ലെ? ആ ഹോസ്റ്റിൽ നിന്ന് നമുക്ക് നേരെ ആ ഇൻഫെക്ഷൻ മൈക്രോ ഓർഗാനിസം വരും. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിൽ നിന്ന് നേരെ മൈക്രോ ഓർഗാനിസം ആ ഒരു പേഷ്യന്റ് നമ്മുടെ ഒരു ഒരാളുകളിലേക്ക് നേരിട്ട് ഷിഫ്റ്റ് ചെയ്യും. Physical shifting of microorganisms between a host and an infected. Okay, such as ഏതൊക്കെ രീതിയിലാ? A patient tells a patient, ഒരു പേഴ്സൺ, ഒരു വ്യക്തി രോഗിയെ മാറ്റുമ്പോഴോ, അവരെ കുളിപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ രോഗി പരിചരണ രീതികൾ വർക്കുകളിലൊക്കെ ഏർപ്പെടുമ്പോഴോ ഒക്കെ ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വരും. ഓക്കെ, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത്രയും പഠിപ്പിച്ചതിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, അല്ലെ? ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടുപേരും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് കണ്ട. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ. താങ്ക് യു.